മത്തൻ പൂവ് തോരൻ. ഇത് ഞാൻ UAE വന്നു കഴിഞ്ഞ് നട്ട് വെച്ച പംകിൻ സീഡിൽ നിന്ന് കിട്ടിയ മത്തൻ പൂവാണിത്. ഇത്രയും കിട്ടിയിട്ടുണ്ട്. 1, 2 ആണെങ്കിൽ പോലും നമ്മൾ മത്തൻ പൂവ് കിട്ടിയ ഉടനെ കറി വെക്കണം. ഇതിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്, അതുകൊണ്ട് കളയരുത്. നന്നായി കഴുകി വൃത്തിയാക്കാൻ ശ്രമിക്കണം. കാരണം രാത്രിയിൽ ഈ പൂവിനകത്ത് വണ്ടും ഉറുമ്പും പ്രാണികളൊക്കെ കയറിയിരിക്കും, പൂമ്പൊടി കഴിക്കാനും തേനൊക്കെ കുടിക്കാനും. അതുകൊണ്ട് നന്നായി തന്നെ വൃത്തിയായി കഴുകിയെടുക്കണം. അതിനുശേഷം വേണം നമ്മളിത് കറി വെക്കാനായിട്ട് എടുക്കാനായിട്ട്. ഇതിന് ഒരുപാട് നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്ന് തന്നെയാണ് ഈ മത്തൻ പൂവ്. ഇത് റെഡിയാക്കാനായിട്ട് ഞാൻ കുറച്ച് ഒരു കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി 1 പച്ചമുളക് 2 കറിവേപ്പില, പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് തേങ്ങ. ഇത്രയാണ്. കുഞ്ഞുള്ളി വട്ടത്തിലോ നീളത്തിലോ എങ്ങനെ വേണമെങ്കിലും അരിയാം. ഒരു 5-6 എടുത്തിട്ടുണ്ട്, ഇച്ചിരി ഏറെ ഇരിക്കാൻ വേണ്ടി, ടേസ്റ്റ് കൂടും. അത് റെഡിയാക്കാനായിട്ട് നമുക്കിനി മത്തൻ പൂവ് കഴുകിയത് ഒന്ന് പിച്ചി എടുത്താൽ മതി, അരിയണ്ട. അതിൻ്റെ തണ്ട് വശം മാത്രം നമുക്ക് അരിഞ്ഞെടുക്കണം. ബാക്കിയെല്ലാം പിച്ചെടുത്താൽ മതി. പൂവ് അരിയാതിരിക്കുന്ന ഇങ്ങനെ തന്നെ വെക്കുന്നതാണ് ടേസ്റ്റ് കൂടുതലായിട്ട് വരുന്നത്. അതുകൊണ്ട് ഇനി നമുക്ക് പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി കഴിഞ്ഞ ശേഷം കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ആദ്യമേ വേണ്ടത് കുഞ്ഞുള്ളിയാണ്. അതൊന്ന് ഇട്ട് കഴിഞ്ഞ ഉടനെ നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും ഒരു വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞതും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതാണ് ഇതിലേറ്റവും വേവുള്ളത്. പൂവിന് ഇത്രയും വേവില്ല, അതുകൊണ്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരെ ഒന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൂവ് ഇട്ട് കൊടുത്താൽ മതി. ഈ മത്തൻ പൂവെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ നിരവധി പോഷകങ്ങൾ അടങ്ങിയതും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ദഹനത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതുമായ ഒന്ന് തന്നെയാണ് മത്തൻ പൂവ്. ഇനി നമുക്ക് ആ തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം. ഈ മഞ്ഞൾപ്പൊടിയുടെ പച്ച മണം പോകാൻ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം മാത്രമേ നമുക്ക് അതിലേക്ക് നമ്മൾ പിച്ചി വെച്ചിരിക്കുന്ന പൂവും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി അതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രം ഉപ്പിട്ടാൽ മതി. കുറച്ച് ഉപ്പിടണം. പൂവായതുകൊണ്ട് അധികം ഉപ്പിൻ്റെ ആവശ്യമില്ല. കുറച്ച് ഉപ്പിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റ് 2 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ മത്തൻ പൂവ് കറി റെഡിയായി കിട്ടും. ഈ മത്തൻ പൂവ് കറി റെഡി ആയതിന് ശേഷം നമ്മൾ തുറന്ന് ഒന്ന് ഇളക്കി അതിൻ്റെ ചൂടൊക്കെ കളയണം. അപ്പം അതിൽ ജലാംശം അധികമായിട്ടുണ്ടെങ്കിൽ അത് പോയി കിട്ടും. ഇതുപോലെ സ്വാദിഷ്ടമായ മത്തൻ പൂവ് കറി റെഡിയായി കിട്ടും. ഇതിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. അത് ഒന്നാമത്തെ തന്നെ ദഹന പ്രക്രിയ സുഗമമാക്കാനും പിന്നെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ചർമ്മത്തിൻ്റെ മുടിയുടെ സംരക്ഷണത്തിനും അതുപോലെ പ്രതിരോധ ശക്തി കൂട്ടാനും ഈ മത്തൻ പൂവ് തോരൻ നല്ലതാണ്. ഈ ചർമ്മത്തിൻ്റെ മുടിയുടെ ആരോഗ്യത്തിനെന്ന് പറയുമ്പോൾ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ഇത് മാറിക്കിട്ടും. അപ്പോൾ ടാറ്റാ ബൈ.